പ്രിയരെ, ലോക വ്യാപാരം അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെ പോലും സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്വതന്ത്ര വ്യാപാരം എന്ന ആധുനിക ആശയം ഏറ്റവും കൂടുതൽ അപകടം നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്താണ് സ്വതന്ത്ര വ്യാപാരം? അത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? അതിന്റെ തുടക്കം എന്തായിരുന്നു? ഇപ്പോഴത്തെ സ്വതന്ത്ര വ്യാപാരം എന്ന ആശയത്തിന്റെ മുൻഗാമി എന്തായിരുന്നു? ഇതെല്ലാം കൂടെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഞാൻ കൊണ്ടുവരുന്ന ഇത്തരം വീഡിയോകൾ പ്രയോജനപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സഹായിക്കുക. വാട്ട് ഈസ് ഫ്രീ ട്രേഡ്? സ്വതന്ത്ര വ്യാപാരം എന്നാൽ എന്താണ്? ഫ്രീ ട്രേഡ് മീൻസ് the goods and services must flow beyond the artificial boundaries of nations without any man-made restrictions. സർവീസസും ഗുഡ്സും എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നാഷണൽ ബൗണ്ടറീസ്, രാജ്യങ്ങളുടെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് ഗവൺമെന്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ റെസ്ട്രിക്ഷനും കടന്ന് കച്ചവടം സുഗമമായി നടക്കണം. ഇതാണ് സ്വതന്ത്ര വ്യാപാരത്തിന്റെ ആശയം. എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് റെസ്ട്രിക്ഷൻസ് ഒന്നും പാടില്ല. പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, രാഷ്ട്രീയമായ അതിർത്തികൾ രാജ്യങ്ങൾക്കുണ്ടാകാം. പക്ഷേ ട്രേഡിന്റെ കാര്യത്തിൽ ഈ അതിർത്തികൾ ബാധകമാകരുത്. അപ്പോൾ എന്താണ് മാൻമെയ്ഡ് റെസ്ട്രിക്ഷൻസ്? ആദ്യം മനസ്സിലാക്കാം. മാൻമെയ്ഡ് റെസ്ട്രിക്ഷൻസ് 3 തരമാണ്. ഒന്ന് ബാനിങ്, മറ്റു രാജ്യത്തിന്റെ സാധനങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് വരണ്ട, ചൈനീസ് പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് ബാൻ ചെയ്തിരിക്കുന്നു. 2, QR, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ്. നിങ്ങൾക്ക് വരാം, പക്ഷേ വരാവുന്ന ക്വാണ്ടിറ്റികൾ നിയന്ത്രിക്കപ്പെടുന്നു. 3, ടാരിഫ്, ടാക്സ്, ഇമ്പോർട്ട് ടാക്സ്. നിങ്ങൾക്കിവിടെ സാധനങ്ങൾ കൊണ്ടുവരാം, പക്ഷേ വലിയ ടാക്സുകൾ കൊണ്ട് ഇമ്പോർട്ടിനെ പ്രതിരോധിക്കുക. ഇങ്ങനെ 3 തരം റെസ്ട്രിക്ഷൻസ് ആണ് രാജ്യങ്ങൾ ഏർപ്പെടുത്താറുള്ളത്. എന്നാൽ ഫ്രീ ട്രേഡ് അഥവാ സ്വതന്ത്ര വ്യാപാരം പറഞ്ഞത് ഇത്തരം റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ പാടില്ല. വ്യാപാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ രാഷ്ട്രീയ ബൗണ്ടറികൾ, അതിർത്തികൾ മറക്കണം. വ്യാപാരങ്ങൾ സ്വതന്ത്രമായി നടക്കണം. ഇതാണ് ഫ്രീ ട്രേഡ് എന്ന ആശയം. ഇനി ഇത് കുറച്ചുകൂടെ ഞാനൊന്ന് വിശദീകരിക്കാം. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ എന്ന രാജ്യത്ത്, നമുക്കൊരു വളരെ ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, സോപ്പ് എന്നിരിക്കട്ടെ, ബാത്ത് സോപ്പ് എന്നിരിക്കട്ടെ, 3 കമ്പനികൾ, ABC എന്ന 3 കമ്പനികൾ ബാത്ത് സോപ്പുകൾ നമ്മൾക്ക് വിൽക്കുന്നു. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ 3 കമ്പനികളിൽ നിന്ന് സോപ്പ് വാങ്ങിക്കാം. ഈ 3 കമ്പനികളും അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു 7 രൂപയാണെന്നിരിക്കട്ടെ, അവർ വിൽക്കുന്നത് 10 രൂപയ്ക്കാണ്. അപ്പോൾ 3 കമ്പനികളും 10 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 3 കമ്പനികളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് 7 രൂപയാണ്. അപ്പോൾ അവർ 3 രൂപ മാർജിൻ എടുക്കുന്നു. ഈ കമ്പനികൾ നമ്മുടെ രാജ്യത്തെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? ഒന്ന്, നമ്മൾക്ക് ഉപഭോഗം നടത്താനായി സോപ്പ് അവർ ഉണ്ടാക്കി തരുന്നു. 2, അങ്ങനെ സോപ്പ് ഉണ്ടാക്കുന്നത് വഴി അവര് തൊഴിൽ സൃഷ്ടിക്കുന്നു. 3, നമ്മൾ സോപ്പ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഗവൺമെന്റിന് ഇൻഡയറക്ട്ലി ടാക്സ് കൊടുക്കുന്നു. 4, ഈ കമ്പനികൾ ലാഭം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം ഗവൺമെന്റുമായി ഷെയർ ചെയ്യുന്നു, ഇൻകം ടാക്സ്. അവർ വാല്യൂ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഗവൺമെന്റിന് നേട്ടം, ഗവൺമെന്റ് ടാക്സ് കിട്ടുന്നു, തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നു, ജനങ്ങൾക്ക് ഉപഭോഗം നടത്താൻ സോപ്പ് കിട്ടുന്നു. ഈ കമ്പനികൾ ലാഭമുണ്ടാക്കുമ്പോൾ അവർ വീണ്ടും ആ ലാഭമെടുത്ത് മറ്റു ബിസിനസ്സുകളിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അപ്പോൾ തീർത്തും ഒരു ഗുണകരമായ കാര്യമാണ്. എന്നാൽ ഈ ഒരു അവസരത്തിൽ ചൈനയിലുള്ള സോപ്പ് മാനുഫാക്ചറേഴ്സ്, അവർക്ക് ഇന്ത്യയിൽ 5 രൂപയ്ക്ക് സോപ്പ് ലാഭകരമായി വിൽക്കാൻ പറ്റും എന്ന് കരുതുക. അവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായിരിക്കാം, അവർക്ക് വിഭവങ്ങൾ ലളിതമായി വിലയ്ക്ക് കിട്ടുന്നുണ്ടാകാം. അവർക്ക് 5 രൂപയ്ക്ക് ഇന്ത്യയിൽ സോപ്പ് ലാഭകരമായി വിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നിരിക്കട്ടെ. ചൈനീസ് സോപ്പ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൈസ് വൈസ് കോമ്പറ്റീഷൻ നമ്മളുടെ സോപ്പ് കമ്പനികൾ ആദ്യമായി ഫേസ് ചെയ്യും. 5 രൂപയ്ക്ക് സോപ്പ് ഇവിടെ അവൈലബിൾ ആകുമ്പോൾ ഇവിടുത്തെ ഉപഭോക്താക്കൾ ഇന്ത്യൻ സോപ്പുകൾ ഉപേക്ഷിക്കുകയും
ചൈനീസ് സോപ്പുകൾ വാങ്ങിച്ചു തുടങ്ങുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഈ കമ്പനികൾ വില കുറയ്ക്കാൻ നിർബന്ധിതരാകും. പക്ഷേ അവർക്ക് രൂപയിൽ താഴെ കുറയ്ക്കാൻ പറ്റില്ല. കാരണം അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് രൂപയാണ്. അപ്പോൾ ഒരു സമയമാകുമ്പോൾ ഈ കമ്പനികൾക്ക് അവർക്ക് ഇവിടെ വിൽപ്പന സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. ഇത് എന്ത് സംഭവിക്കും? ഇതുകൊണ്ട് സംഭവിക്കുന്നത് അവർക്ക് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടും, കമ്പനികൾ അടച്ചുപൂട്ടപ്പെടും, ഗവൺമെന്റിന്റെ ടാക്സ് കുറയുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സോപ്പ് കമ്പനികളെ സംരക്ഷിക്കാനായി നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഒന്നുകിൽ ചൈനീസ് സോപ്പ് ബാൻ ചെയ്യും. ഇന്ത്യയിലേക്ക് ചൈനീസ് സോപ്പ് വരാൻ പാടില്ല. 2, ക്വാണ്ടിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടാവുന്ന സോപ്പുകളുടെ എണ്ണം ചൈനീസ് സോപ്പുകളുടെ എണ്ണം നിയന്ത്രിക്കും. 3, ടാരിഫ് ഒന്ന് ഇമ്പോസ് ചെയ്യും. 300% ടാക്സ്, 200% ടാക്സ് ഇങ്ങനെ ഇമ്പോസ് ചെയ്യും. അപ്പോൾ 5 രൂപയുടെ സോപ്പിന്റെ പുറത്ത് 200% ടാക്സ് ആവുകയാണെങ്കിൽ 10 രൂപ ടാക്സ് ആയി 15 രൂപ. വീണ്ടും നമ്മളുടെ സോപ്പുകൾക്ക് പ്രൈസ് അഡ്വാൻറ്റേജ് കിട്ടും. അവർ 10 രൂപയ്ക്കാണ് സോപ്പ് വിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ 3 രീതിയിലാണ് രാജ്യത്തിന്റെ ബൗണ്ടറികളെ, അതിർത്തികളെ ട്രേഡ് പ്രതിരോധിക്കുന്നത്. രാജ്യത്തിന്റെ ബൗണ്ടറിക്കുള്ളിലുള്ള പദ്ധതികളെ, ബിസിനസ്സുകളെ ഗവൺമെന്റുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഫ്രീ ട്രേഡ് പറയുന്നത് ഇത്തരം ബാനിങ്, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ അഥവാ അല്ലെങ്കിൽ ഹൈ ടാരിഫ്, ഇത് മൂന്നും പറ്റില്ല. ഒരു രാജ്യം അവരുടെ ബിസിനസ്സുകളെ, അവരുടെ ഉള്ളിലെ ട്രേഡിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നോ അതുപോലുള്ള അത്തരം ഇളവുകളും കാര്യങ്ങളെല്ലാം വിദേശത്ത് വരുന്നുള്ള പ്രോഡക്റ്റുകൾക്കും കൊടുക്കണം. ഇതാണ് സ്വതന്ത്ര വ്യാപാരത്തിന്റെ ആശയം. ഇനി നമുക്കിതിന്റെ ചരിത്രം പോകാം. 1500 മുതൽ 1700 വരെ ഒരു കാലഘട്ടം എടുക്കുക. ഇത് മെർക്കാന്റിലിസം അഥവാ വാണിജ്യ വാദത്തിന്റെ കാലഘട്ടമാണ്. അന്ന് ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറഞ്ഞൊരു സീറോ സം ഗെയിം ആണെന്നാണ് അതുവരെ കരുതിയിരുന്നത്. അതായത് രാജ്യത്തിന്റെ വെൽത്ത് എന്ന് പറഞ്ഞാൽ ആ രാജ്യം കുമിച്ചു കൂട്ടുന്ന സ്വർണവും വെള്ളിയും, ബുള്ളിയൻ ആണ് എന്നാണ് കരുതിയിരുന്നത്. അത് എത്രത്തോളം കൂടുന്നോ അതാണ് രാജ്യത്തിന്റെ വെൽത്ത്. ഇതൊരു കൊളോണിയലിസ്റ്റിക് തോട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്ന രാജ്യം അവർ പരമാവധി കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ അവർക്ക് ധാരാളം സ്വത്ത് അവർ രാജ്യത്തിലേക്ക് വരും. എന്നാൽ അവർ ഇമ്പോർട്ട് അനുവദിക്കുകയില്ല. അപ്പോൾ ഒരു സീറോ സം ഗെയിം, യുവർ ലോസ് ഈസ് മൈ ഗെയിം, നിങ്ങളുടെ നഷ്ടമാണ് എൻ്റെ ലാഭം എന്ന ഒരാശയം. അപ്പോൾ ഇമ്പോർട്ട് പരമാവധി കുറയ്ക്കുക, എക്സ്പോർട്ട് പരമാവധി പ്രോത്സാഹിപ്പിക്കുക. കൊളോണിയൽ സമയത്ത് നമുക്കറിയാം ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ വ്യാപാരത്തെ പൂർണ്ണമായും ബ്രിട്ടീഷുകാർ നശിപ്പിച്ചു. നമ്മൾ ഇവിടുന്ന് വളരെ ചീപ്പായ റോ മെറ്റീരിയൽസ് കൊണ്ടുപോകും. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമ്മുടെ രാജ്യത്ത് വിൽക്കാൻ അവരെ അനുവദിക്കില്ല. അതിന് അവർക്ക് ധാരാളം ഉപായങ്ങളുണ്ടായിരുന്നു. കാരണം കടൽ മുഴുവൻ നിയന്ത്രിച്ചത് അവരാണ്. അപ്പൊ നമ്മളുടെ നാട്ടിൽ നിന്ന് അവരൊരു കാരണവശാലും ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വാങ്ങിക്കില്ല. റോ മെറ്റീരിയൽ വളരെ ചീപ്പായിട്ട് കൊണ്ടുപോവുകയും അത് അവരുടെ രാജ്യത്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് ഉത്പാദനം നടത്തി തിരിച്ച് നമ്മുടെ രാജ്യത്തേക്കും മറ്റ് ലോക രാജ്യങ്ങളിലേക്ക് അയക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് പറയാം നമ്മളുടെ പോവർട്ടിയിൽ നിന്നുകൊണ്ടാണ് ബ്രിട്ടനിലും യൂറോപ്പിലുമൊക്കെ വ്യവസായ വിപ്ലവം സാധ്യമായത്. എന്നാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ തുടങ്ങിയത്, സ്വതന്ത്ര വ്യാപാരം എന്ന ആശയം ആദ്യമായി കൊണ്ടുവരുന്നത് ആഡം സ്മിത്തിന്റെ സമയത്തോടെയാണ്. 1776 ആഡം സ്മിത്തിന്റെ സിദ്ധാന്തം വരുന്നു. അത് വളരെ സിംപിളി വേൾഡ് ട്രേഡിന്റെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്: ഇഫ് സംബഡി എൽസ് ക്യാൻ സപ്ലൈ us goods at a cheaper rate, let us buy from them, which will be beneficial to us. മറ്റേതെങ്കിലും രാജ്യത്തിന് ഒരു കാര്യം കുറച്ചുകൂടെ ചെലവ് കുറഞ്ഞ് ഉത്പാദിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അത് നമ്മളുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന പകരം അവരിൽ നമ്മൾ വാങ്ങിക്കുക. അത് നമുക്ക് നഷ്ടമല്ല. ഒരു സീറോ സം ഗെയിം അല്ല അന്താരാഷ്ട്ര വ്യാപാരം, പകരം ഒരു പോസിറ്റീവ് സം ഗെയിമാണ്. ഉദാഹരണത്തിന് ബ്രിട്ടൻ അവര് വ്യാപാരം, വസ്ത്രവ്യാപാരം, വസ്ത്രങ്ങളുടെ നിർമ്മിതിയിൽ അവർ വളരെ മിടുക്കരാണെങ്കിൽ, ഗ്രീസ് അവര് വൈൻ ഉണ്ടാക്കുന്നതിൽ മിടുക്കരാണെങ്കിൽ, ചീപ്പായിട്ട് വൈൻ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, ബ്രിട്ടൻ
ചീപ്പായിട്ട് ഉണ്ടാക്കുന്ന വസ്ത്രം അവർക്ക് വിറ്റിട്ട് അവരിൽ നിന്ന് അവിടെ ചീപ്പായിട്ട് നിർമ്മിക്കുന്ന വൈൻ അവിടുന്ന് വാങ്ങിക്കാം. അപ്പൊ 2 രാജ്യവും ബെനിഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വതന്ത്ര വ്യാപാരം എന്ന് പറയുന്നത് ആഹ്, ആഹ്, ഒരു നഷ്ടക്കച്ചവടമല്ല. പകരം അത് രാജ്യത്തെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നടക്കും. ഇതൊരു സീറോ സം ഗെയിം അല്ല. പകരം ഇതൊരു പോസിറ്റീവ് സം ഗെയിമാണ് എന്നൊരു ആശയം കൊണ്ടുവരുന്നത്. ആഹ്, ആഹ്, കമ്പാരിറ്റീവ് അഡ്വാന്റേജ് ഇത്തരം ആശയങ്ങളൊക്കെ വരുന്നത് ഏതാണ്ട് 1776 ശേഷമാണ്. അപ്പോൾ മെർക്കാന്റിലിസത്തിന്റെ ഒരു പകരക്കാരനായിട്ടാണ് ഫ്രീ ട്രേഡ് അഥവാ സ്വതന്ത്ര വ്യാപാരം എന്നൊരു ആശയം ഉണ്ടാകുന്നത്. ഈ സമയത്ത് ധാരാളം രാജ്യങ്ങൾ ബൈലാറ്ററൽ ഉഭയകക്ഷി ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെ ആഹ്, കയറ്റുമതികളെല്ലാം ഞങ്ങളുടെ രാജ്യം സ്വീകരിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് നിങ്ങളുടെ രാജ്യത്തേക്കും കയറ്റുമതി നടത്തും. അത് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ ഇറക്കുമതി ചെയ്യാം. ഞങ്ങളുടെ രാജ്യത്തുള്ള സാധനങ്ങൾ നിങ്ങളെ കയറ്റുമതി ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് 2 പേർക്കും ഗുണകരമാകും എന്ന ആശയങ്ങളുമൊക്കെ വരികയും പല ബൈലാറ്ററൽ, ട്രൈലാറ്ററൽ എഗ്രിമെന്റ്സ് ഒക്കെ ത്രിരാഷ്ട്ര, ദ്വിരാഷ്ട്ര എഗ്രിമെന്റുകളൊക്കെ ഇത്തരം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ലോകത്തെ ആദ്യത്തെ ഒരു മൾട്ടിലാറ്ററൽ എഗ്രിമെന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് 1947 അത് 1948 നിലവിൽ വന്നു. അതിനെയാണ് ഗാട്ട് കരാർ എന്ന് പറയുന്നത്. GATT, ജനറൽ അഗ്രീമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. ഇത് ഗുഡ്സ് മാത്രമാണ്, ചരക്കുകൾക്ക് മാത്രമാണ്. ചരക്കുകളുടെ കാര്യത്തിൽ സ്വതന്ത്ര വ്യാപാരം ഉണ്ടാകണം. 23 രാജ്യങ്ങളാണ് ഈ ഗാട്ട് കരാറിൽ ആദ്യമായി ഇടപെട്ടത്. ഈ ഗാട്ട് കരാർ വന്നപ്പോൾ ഗാട്ട് കരാറിൽ ഇടപെട്ട രാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടായി. കാരണം ട്രേഡ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. അതിൽ ഇടപെട്ട എന്നൊരു രാജ്യത്തിന് അവരുടെ വിപണിയിൽ മാത്രമല്ല അവർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കാനുള്ള അവസരം കിട്ടിയത്. പകരം 23 രാജ്യങ്ങളും മറ്റ് 22 രാജ്യങ്ങളിലും അവരുടെ സാധനങ്ങൾക്ക് വിപണി കൈവന്നു എന്നത് അവരുടെ ട്രേഡ് ഉത്പാദനത്തെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അവര് ഒക്കെ എല്ലാ രാജ്യങ്ങളും ഇതിന്റെ ഗുണം മനസ്സിലാക്കി. അങ്ങനെ ഗാട്ട് കരാർ ഓരോ 5 കൊല്ലം കൂടുമ്പോഴും വീണ്ടും ചർച്ചകളിലൂടെ, നെഗോസിയേഷൻസിലൂടെ ഇമ്പ്രൂവ് ചെയ്തു വന്നു. ഓരോ ഘട്ടത്തിൽ നെഗോസിയേഷനിലും ഇതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വന്നു. അതുപോലെ കമോഡിറ്റികളുടെ എണ്ണം, ഈ ഗാട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കമോഡിറ്റികളുടെ എണ്ണം, ഗുഡ്സിന്റെ എണ്ണം, ചരക്കുകളുടെ എണ്ണവും വർദ്ധിച്ചു വന്നു. അങ്ങനെ 1986 മുതൽ 94 വരെയുള്ള കാലഘട്ടത്തിലാണ് ഗാട്ടിന്റെ അവസാന ചർച്ച, യൂറുഗ്വേ റൗണ്ട്സ് ഓഫ് നെഗോസിയേഷൻസ് നടക്കുന്നത്. ആ യൂറുഗ്വേ റൗണ്ട്സ് ഓഫ് നെഗോസിയേഷൻ നടന്നപ്പോൾ ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഇതിൽ ചേരണം, ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന താല്പര്യപ്പെടുകയും അതുപോലെ ഇത് വെറും ചരക്കിൽ മാത്രം, ഗുഡ്സിൽ മാത്രം നിർത്തിക്കൂടാ. പകരം ഇത് സർവീസസിനകത്ത് ഉൾപ്പെടുത്തണം, അഗ്രികൾച്ചറിനകത്ത് ഉൾപ്പെടുത്തണം, ഇൻഷുറൻസ് ഉൾപ്പെടുത്തണം, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ബൗദ്ധിക സ്വത്തവകാശം ഉൾപ്പെടുത്തണം, സബ്സിഡി ഉൾപ്പെടുത്തണം. ഇങ്ങനെ പല ആശയങ്ങൾ വന്നു. അപ്പോൾ ഗാട്ടിന്റെ യഥാർത്ഥ രൂപവും ഭാവവും മാറി ഈ യൂറുഗ്വേ റൗണ്ട് ഓഫ് നെഗോസിയേഷൻസ് തുടങ്ങിയപ്പോൾ. അങ്ങനെ ഇനി ഇതിനെ ഗാട്ട് എന്ന് വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഗാട്ട് എന്നത് ഒരു കമോഡിറ്റിയുടെ, ഗുഡ്സിന്റെ മാത്രം സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സംഭവമാണ്. പകരം ഇത്രയും കാര്യങ്ങൾ വന്നപ്പോൾ ഇനി ഇതിനെ ഗാട്ട് എന്ന് വിളിക്കേണ്ട. അങ്ങനെ 1995 ജാനുവരി മാസം 1-ാം തീയതി ഗാട്ടിന്റെ സ്ഥാനത്ത് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ജനീവ ആസ്ഥാനമാക്കി, സ്വിറ്റ്സർലാൻഡിലെ ജനീവ ആസ്ഥാനമാക്കി ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നു. ഇന്ന് 166 രാജ്യങ്ങൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അംഗങ്ങളാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ് ലോക സ്വതന്ത്ര വ്യാപാരം നടത്തിപ്പുകാരായിട്ടുള്ളത്, അതായത് അതിനെ ഓവർസീ ചെയ്യുന്നത്. എന്നാൽ ഈ സ്വതന്ത്ര വ്യാപാരം എന്ന് പറയുന്നത്, ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്ത് വലിയൊരു ചലഞ്ച് ഫേസ് ചെയ്യുകയാണ്. കാരണം എല്ലായിടത്തും നാഷണലിസം. ബ്രിട്ടൻ പറയുന്നു, ഞങ്ങളുടെ രാജ്യത്ത് ഇനി ആരെയും കയറ്റിവിടില്ല, ഞങ്ങളുടെ രാജ്യത്തെ ഇൻഡസ്ട്രി ഞങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അമേരിക്ക പറയുന്നു, എക്സിക്യൂട്ടീവ് ഓർഡർ വഴി അവര് ട്രേഡ് നിശ്ചയിക്കുകയാണ്. ഇന്ത്യക്ക് 50%, ചൈനയ്ക്ക് 50%, ബ്രസീൽ 35%, ബ്രസീലിന് 50%, ഇങ്ങനെ ടാരിഫ് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വതന്ത്ര വ്യാപാരം ഒരു വലിയ
പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആർക്കും ഇപ്പോൾ വേണ്ടത് ഫ്രീ ട്രേഡ് അല്ല എന്ന് വന്നിരിക്കുകയാണ്. ഫ്രീ ട്രേഡ് വേണം. ഇന്ത്യക്ക് ഫ്രീ ട്രേഡ് വേണം. ഇന്ത്യൻ ഇന്ത്യൻ കമ്മോഡിറ്റികൾക്ക് ലോകത്തെ മുഴുവൻ വിപണികളും തുറന്നു കിട്ടണം. പക്ഷേ ഇന്ത്യ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഉദാഹരണം അഗ്രികൾച്ചർ, മിൽക്ക് പ്രോഡക്ട്സ്, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു കൊടുക്കില്ല. ഇതുപോലെ ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള സ്വാർത്ഥതകളുണ്ട്. അങ്ങനെ സ്വാർത്ഥതകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും? ആഹ് യൂറോപ്പ് റീജിയണലിസം, ഗ്ലോബലൈസേഷൻ എന്ന് പകരം റീജിയണലൈസേഷൻ ആണ് ഈ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇപ്പൊ സാർക്ക് രാജ്യങ്ങൾ, ആസിയാൻ, ദ യൂറോപ്യൻ യൂണിയൻ, മെർക്കോസർ കൺട്രീസ്, ഇങ്ങനെയുള്ള റീജിയണലിസം, അതായത് മെർക്കോസർ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയുടെ ഒരു ട്രേഡ് ബ്ലോക്കാണ്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ 44 രാജ്യങ്ങളുടെ ഒരു ട്രേഡ് ബ്ലോക്കാണ്. ബ്രിട്ടൻ അതിനകത്തില്ല എന്ന് മനസ്സിലാക്കണം. ബ്രിട്ടൻ അതിനകത്ത് പുറത്തായി, സ്വയം പുറത്തായി. അപ്പോൾ ആസിയാൻ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ, ദ ടൈഗർ നേഷൻസ്, ഇവരുടെ എല്ലാം ഒരു കൂട്ടായ്മയാണ്. സാർക്ക് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു നോൺ സ്റ്റാർട്ടർ ആണ്. വലിയ ആശയങ്ങളോടെ തുടങ്ങിയെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും കൂടെ മെമ്പർമാരായിരിക്കുന്ന ഒരു റീജിയണൽ ഗ്രൂപ്പിന് ഒരിക്കലും മുൻപോട്ട് പോകാനാകില്ല. കാരണം പരസ്പരം പോരടിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ പക്ഷേ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ലോകത്തെ ഒരു മാർക്കറ്റിനെ മാത്രം നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ ട്രേഡ് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതാണ് ഇപ്പോൾ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഫ്രീ ട്രേഡ് എന്ന് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ സ്വതന്ത്ര വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. പക്ഷെ അതിപ്പോൾ കുറെ കാലമായിട്ട് ഡിഫൻറ്റ് ആണ്. അവർ പ്രവർത്തിക്കുന്നേ ഇല്ല. അവർ പറയുന്നത് ആരും കേൾക്കുന്നുമില്ല. അവർക്ക് ലോകത്തെ ശക്തരായ രാജ്യങ്ങളുടെ മേൽ ഒരു കൺട്രോളും ഇല്ല. അപ്പോൾ സ്വതന്ത്ര വ്യാപാരം ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്വതന്ത്ര വ്യാപാരം എന്നത് ഇതിന് പകരക്കാരനായി നിൽക്കാൻ പോകുന്നത് എന്താണ്? ഓരോ രാജ്യങ്ങളും അവരുടെ ടെറിട്ടറി, അവരുടെ ബിസിനസ്സുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അമേരിക്ക പറയുന്നത് എന്താണ്? ഞങ്ങൾ ഞങ്ങളുടെ വിപണി നിങ്ങൾക്കായി തുറന്നു വെക്കുന്നു. ഇന്ത്യയോട് പറയുന്ന കാര്യമാണ്. എന്നാൽ ഞങ്ങളുടെ ചോളം നിങ്ങൾക്ക് വിൽക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ മിൽക്ക് പ്രോഡക്ട്സ് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയുന്നില്ല. പക്ഷെ നമുക്കത് അനുവദിച്ചു കൊടുക്കാനാകില്ല. കാരണം ഇന്ത്യയുടെ കർഷകർ അവര് വലിയ പ്രതിസന്ധി നേരിടും. പാല് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, ചോളം ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ചോളകൃഷിയും പാല് ക്ഷീര കർഷകരും വലിയ പ്രതിസന്ധി നേരിടും. അപ്പോൾ ഇത് നമ്മളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു സ്വതന്ത്ര വ്യാപാരം, ഫ്രീ ട്രേഡ് അല്ല, പകരം ഒരു ഫെയർ ട്രേഡ് ആണ് വേണ്ടത്. എല്ലാവരും വിജയിക്കുന്ന ഒരു ട്രേഡ് സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ ഉൾപ്പെടുത്തുന്ന ഒരു അംബ്രല്ല ട്രേഡ് എഗ്രിമെന്റിന്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞ് പകരം സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങൾ, സമാന പ്രശ്നങ്ങൾ വഹിക്കുന്ന രാജ്യങ്ങൾ, അവരൊരു ക്വിഡ് പ്രോക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ലാഭകരമാകുന്ന രീതിയിലുള്ളൊരു ട്രേഡ് ഒക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഫ്രീ ട്രേഡിന്റെ കാലഘട്ടം ഏതാണ്ട് കഴിഞ്ഞു. പക്ഷേ നമ്മളുടെ ഈ ലോകരാജ്യങ്ങളെല്ലാം അഭിവൃദ്ധിയിലേക്ക് പോകുന്നത്, ലോകത്തെ പോവർട്ടി ഒക്കെ ഒരു പരിധിയിലത് ഇല്ലാതാക്കിയതൊക്കെ സ്വതന്ത്ര വ്യാപാരത്തിന്റെ ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ ആർക്കും ഫ്രീ ട്രേഡ് വേണ്ട എന്ന് കരുതാൻ കഴിയില്ല. പക്ഷേ ഒരു സെലക്റ്റീവ് ഫ്രീ ട്രേഡിന്റെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സജീവമായ വ്യാപാര ചർച്ചകളുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങനെ വരുമെന്ന് നമുക്ക് കാതോർത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി, ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.